ഓ അധ്യാത്മ രാമായണം കേരളത്തിൽ കർക്കടക മാസത്തിൽ അധ്യാത്മ രാമായണം എല്ലാവരും പാരായണം ചെയ്തു. കർക്കടക മാസത്തെ രാമായണ മാസം എന്നും വിശേഷിക്കപ്പെടും. ഈ ദിവസങ്ങളിൽ ഓരോ വ്യക്തിയും രാമായണം പൂർണ്ണമായി ഗ്രഹിച്ച് ഭഗവാനെ ധ്യാനിച്ച് രാമനെ ധ്യാനിച്ച് ആത്മാർത്ഥമായി തൻ്റെ മനസ്സിന് ശാന്തി ഉണ്ടാകണമേ, സമാധാനം ഉണ്ടാകണമേ പ്രാർത്ഥിച്ചുകൊണ്ട് രാമായണം പാരായണം ചെയ്താൽ തീർച്ചയായിട്ടും അവന് ഫലത്തിൻ്റെ ആ ഫലസിദ്ധി ലഭിക്കുന്നു എന്ന് അനുഭവസ്ഥർക്കറിയാം, ലഭിക്കുകയും ചെയ്യും. രാമൻ എന്ന കേന്ദ്ര സങ്കല്പത്തെ ആസ്പദമാക്കി ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ സകല വശങ്ങളെയും സ്പർശിച്ചുകൊണ്ട് പല കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ നേർവഴിക്ക് നയിക്കപ്പെടും. രാമായണത്തിലെ കഥാപാത്രങ്ങൾ അതിൽ മനുഷ്യരുണ്ട്, ദേവതകളുണ്ട്, സുരന്മാരുണ്ട്, രാക്ഷസന്മാരുണ്ട്, വാനന്മാരുണ്ട്, പക്ഷിമൃഗാദികളുണ്ട്, സമുദ്രമുണ്ട്, പർവ്വതങ്ങളുണ്ട്. ഇവയൊക്കെ കൂട്ടിയിണക്കി ഒരു മനുഷ്യ ജീവിതത്തെ നിറവേറ്റി നയിക്കപ്പെടുവാൻ അധ്യാത്മ രാമായണ പാരായണം ഉപകരിക്കപ്പെടുന്നു. ആയതുകൊണ്ട് ഓരോരുത്തരും രാമനെ സർവേശ്വരനായി കരുതി, പ്രപഞ്ചനാഥനായി കരുതി, സീതയെ പരബ്രഹ്മ സ്വരൂപിണിയായി കരുതി, പ്രകൃതി മാതാവായി കരുതി, ജഗജ്ജനനായി കരുതി രാമായണം ചിന്തനം ചെയ്താൽ തീർച്ചയായിട്ടും മനുഷ്യ ജീവിതം ശിഥിലീകരണപ്പെടില്ല, നേർവഴിക്ക് നയിക്കപ്പെടും എന്ന് അനുഭവത്തിൽ ഞാൻ പറയുന്നു. ആയതുകൊണ്ട് ഓരോ വ്യക്തിയും പ്രായഭേദമന്യേ അധ്യാത്മ രാമായണം തന്നാൽ കഴിയുന്ന രീതിയിൽ അതിൻ്റെ അർത്ഥഭാവത്തോടുകൂടി ഭക്തിയോടുകൂടി പാരായണം ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഈ രാമായണം പാരായണം ചെയ്യുന്ന ഓരോരുത്തർക്കും സർവേശ്വരൻ്റെ സർവ്വ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്നും ഈ തരുണത്തിൽ ഞാൻ പ്രസ്ഥാനിക്കുന്നു. ഹരി ഓം ഹരി ഓം. ശ്രീരാമചന്ദ്ര രാമായ രാമഭദ്രായ രാമചന്ദ്രായ നാഥായ സീതായ പതേ. ഹരി ഓം. ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹവും ഇവർക്കുണ്ടാകട്ടെ.